എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിനു പുഞ്ചഗിരി. ഒത്തിരി പേരുണ്ട്. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ബിനു പുഞ്ചഗിരി. ഞാൻ ജനിച്ചത് ഈ പുഞ്ചഗിരിയിലാണ്. ഞാൻ ജനിച്ച് വളർന്ന ഈ നാട് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്ന് ഇന്ന് ഏകദേശം 90% പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുണ്ട്. അതിന് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രം പറയട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് മുക്തമായ ഒരു നദി നമ്മുടെ പുഞ്ചഗിരി വെള്ളായണിക്കായലിൽ നിന്ന് വരുന്നതാണ്. അത് കേരളത്തിലെ 2ാമത്തെ വലിയ ശുദ്ധജല തടാകമായ പുഞ്ചഗിരി വെള്ളായണിക്കായൽ ഏകദേശം 5 പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന ഈ നമ്മുടെ പുഞ്ചഗിരി വെള്ളായണിക്കായൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടും അജൈവ മാലിന്യം കൊണ്ടും ജൈവ മാലിന്യം കൊണ്ടും അശുദ്ധമാണ്. അതിനെ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കുളവാഴ കംപ്ലീറ്റ് കോരി മാറ്റുക എന്നുള്ള ഒരു പദ്ധതിയാണ്. അതിന് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു കുഞ്ഞു വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ തിരുവനന്തപുരം ജില്ല തൊട്ട് തൃശ്ശൂർ ജില്ല വരെ വിവിധ സ്കൂൾ സാംസ്കാരിക സംഘടനകളിൽ നിന്ന് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തിരുവിതാംകൂർ രാജാവിൻ്റെ 3 പ്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പാഠം കൊണ്ട് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ വള്ളം ഇപ്പം തന്നിരിക്കുന്നത് നമ്മുടെ കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി യങ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയാണ് എനിക്ക് സംഭാവനയായി തന്നിട്ടുള്ളത്. പരമായിട്ട് ഞാൻ വളരെ പിന്നിലാണെങ്കിലും ഈ ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് ഒരു പ്രത്യേക കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പായൽ വാരാനും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ മിഷൻ എന്ന് പറയുന്നത് 5 നില വരെയുള്ള പൊക്കത്തിൽ സാധനങ്ങൾ കയറ്റാനുള്ള മിനി ക്രെയിൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ പായൽ വാരി എടുക്കാവുന്ന ഒരു ക്രെയിൻ അതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാം ഇലക്ട്രിക്കൽ മോട്ടറിലാണ്. അപ്പോൾ അതിന് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജനറേറ്ററാണ് വേണ്ടത് ഈ മിഷൻ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള സഹായം കൂടെ ഉണ്ടാവണമെന്ന് ഉള്ള ഒരു അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കണം. ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ച നമ്മുടെ പുഞ്ചഗിരി വെള്ളായണിക്കായൽ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ട് സ്വദേശികളും വിദേശികളും ഒരുപാട് വന്നു പോകുന്നുണ്ട്. ഏകദേശം 250-ലേറെ ദേശാടന പക്ഷികൾ വന്നു പോകുന്ന നമ്മുടെ പുഞ്ചഗിരി വെള്ളായണി പരിസരം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുപാട് കുന്നുകൂടുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് ഏകദേശം 100% എനിക്ക് പറയാൻ കഴിയും. 90% ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറക്കിയെടുക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ട സഹായം നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവണമെന്നും കൂടി ഞാൻ ഇതോടൊപ്പം ആവശ്യപ്പെടുന്നു. പുഞ്ചഗിരിയുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുഞ്ചഗിരി കിരീടം പാലത്തിന് സമീപം നിന്ന് നമ്മൾ നോക്കിയാൽ അതിമനോഹരമായി സൂര്യൻ ഉദിച്ചു വരുന്ന ഭംഗി നമുക്ക് ആസ്വദിക്കാം. അത് കാണാൻ വേണ്ടി നിരവധി പേര് വരുന്നുണ്ട്. ആ സൗന്ദര്യം നിലനിർത്താനും അതേപടി തന്നെ നമുക്ക് പകർത്തി നിങ്ങളിലേക്ക് ഇവിടെ വന്ന് കാണാൻ കഴിയാത്തവർക്ക് കാണാനും വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുഞ്ചഗിരിയുടെ തനത് സൗന്ദര്യം എല്ലാവരിലും എത്തിക്കാൻ ഈ ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഞാൻ തുടങ്ങിയ പ്രവൃത്തിയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാരി മാറ്റുക എന്നുള്ളത്. ഇന്ന് വളരെ അപൂർവമായിട്ട് അവിടെ മാത്രം കാണപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് ഏകദേശം 90% മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. നിങ്ങളുടെ സ്വന്തം ബിനു പുഞ്ചഗിരി.